ദൈവനാമത്തിൽപ്പെടട്ടെ. എത്ര പേര് ഇനി പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു? എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 5:18 ഇങ്ങനെ വായിക്കുന്നു. അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. ആരാണ് അസൂയ നിറഞ്ഞ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കിയത്? മഹാപുരോഹിതന്മാരും തൻ്റെ കൂടെയുള്ളവരും. മഹാപുരോഹിതനും, കർത്താവിന്റെ വചനം പറയുന്നു, മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. എന്തുകൊണ്ടാണ് പൊതു തടവിലാക്കിയത്? കാരണം എന്താ? അസൂയ കൊണ്ട്. വചനം പറയുന്നു അസൂയ നിമിത്തം. എന്തുകൊണ്ടാണ് മഹാപുരോഹിതനും കൂട്ടർക്കും അസൂയ ഉണ്ടായത്? അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ നടക്കുന്നത് കണ്ട് തൻ്റെ ഭാഗത്തുള്ള മഹാപുരോഹിതന്റെയും കൂടെയുള്ളവരുടെയും ഭാഗത്തുള്ള ജനം യേശുവിനെ അനുഗമിക്കും എന്നുള്ള ഭയം കൊണ്ട് യേശുവിൻ്റെ പക്ഷക്കാരായി തീരും, യേശുവിൻ്റെ മാർഗക്കാരായി തീരുമെന്നുള്ള അസൂയ നിമിത്തം അത്രയേ, ആ ഭയം കൊണ്ടത്രയേ അപ്പോസ്തലന്മാരെ പൊതു തടവിലാക്കിയത്. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, കേട്ടാട്ടെ, നീ കർത്താവിനാൽ പ്രയോജനപ്പെടുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ പിശാച് ചുമ്മാതിരിക്കത്തില്ല. അവൻ നിന്നെ ബന്ധിച്ച് കളയുവാൻ നോക്കും, നിന്റെ ശുശ്രൂഷയെ ബന്ധിച്ച് കളയുവാൻ നോക്കും, നിന്നെ തടവിലാക്കുവാൻ നോക്കും. ഇന്ന് പകലിൽ കേട്ടാട്ടെ, ആരെങ്കിലും കാരാഗ്രഹ സമമായിട്ടുള്ള വിഷയത്തിൽ കൂടെ കടന്നു പോകുന്നു, പ്രത്യേകിച്ച് അഭിഷിക്തന്മാരോട് ദൂതറിയിക്കുന്നു, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, നിന്നെ ഒതുക്കുവാൻ നോക്കുന്ന മണ്ഡലത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്ന് പകലിൽ പുറത്തു കൊണ്ടുവന്ന് എവിടെ നിന്നെ ഒതുക്കുവാൻ നോക്കിയോ, എവിടെ നിന്നെ നിന്ദിക്കുവാൻ നോക്കിയോ അവിടെ മാനിച്ച് സ്വർഗത്തിലെ ദൈവം ഉയർത്തുമെന്ന് ദൂതറിയിക്കുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? യേശു ക്രിസ്തു തൻ്റെ ദൂതനെ അയച്ച് അപ്പോസ്തലന്മാരെ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുന്ന അഭിഷിക്തനെ, അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവദാസിയെ, അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുന്ന വിശ്വാസിയെ കേട്ടാട്ടെ, അർദ്ധരാത്രിയിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതനെ ഇറക്കി നിന്നെയും എന്നെയും വിടുവിച്ചിരിക്കും. വിശ്വസിച്ചാട്ടെ. കാരാഗ്രഹ സമമായിട്ടുള്ള വിഷയം എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന് വിഷയമല്ല. സ്വർഗത്തിലെ യേശുപ്പൻ അപ്പോസ്തലന്മാരിൽ ചെയ്ത അത്ഭുതം ഇന്ന് പകലിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ മേൽ ചെയ്യുവാൻ പോകുന്നു. അഭിഷിക്തനെ കേട്ടാട്ടെ, അങ്ങേ ഒതുക്കുവാൻ സാധിക്കത്തില്ല. കാരണം നമ്മൾ സേവിച്ചു നിൽക്കുന്ന യേശു ജീവിക്കുന്ന ദൈവമാ. അവൻ തൻ്റെ ദൂതനെ അയച്ച് ഇന്ന് പകലിൽ അഭിഷിക്തനെ താങ്കളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. ഇന്ന് പകലിൽ നമ്മൾ പ്രത്യേകിച്ച് പേഴ്സിക്യൂഷനിലൂടെ കടന്നു പോകുന്ന അഭിഷിക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. കർത്താവ് ഇന്ന് അവരെ വിടുവിക്കുവാൻ പോകുകയാണ്. അപ്പോസ്തലന്മാരെ വിടുവിച്ച ദൈവം, പൗലോസിനെ, ശീലാസിനെ വിടുവിച്ച ദൈവം, പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച ദൈവം, ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒതുക്കിക്കിടന്ന അല്ലെങ്കിൽ കള്ളക്കേസിനാൽ അകപ്പെട്ട് കഴിയുന്ന അഭിഷിക്തന്മാരെ സ്വർഗം പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദി പറയുന്നു. ഇന്ന് പകലിൽ കർത്താവെ, പ്രത്യേകിച്ച് പേഴ്സിക്യൂഷനിലൂടെ കടന്നു പോകുന്ന അഭിഷിക്തന്മാർക്കായി, വിശ്വാസികൾക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരിന്ന് പകലിൽ പുറത്തു വരട്ടെ. പൗലോസിനെ, ശീലാസിനെ, കർത്താവെ, പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന ദൈവമേ, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി പത്രോസിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. കർത്താവെ, അങ്ങനെയെങ്കിൽ ഞങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അഭിഷിക്തന്മാർ പുറത്തു വരട്ടെ. അതുപോലെ തന്നെ കാരാഗ്രഹ സമമായിട്ടുള്ള വിഷയത്തിൽ കൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇന്ന് പകലിൽ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ സ്വർഗം അവരെയും വിടുവിക്കണമേ. അവരുടെ മാനസിക, സാമ്പത്തിക, ശാരീരിക, ആത്മീയ മേഖലകളിന്മേൽ വലിയ വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. സ്വർഗം തുറന്ന് പ്രാർത്ഥനയുടെ നന്ദി. സകലമാനവും മഹത്വവും കർത്താവിന്. ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.